പുതിയ സിലബസ്, പുതിയ എക്സാം പാറ്റേൺ, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ SSLCയിലെ ഇംഗ്ലീഷിൽ ഇനി വരാനിരിക്കുന്നത് എന്നതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അവസാനം വരെ കണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇതുപോലെ ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി വരുന്ന ഓണം എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു കംപ്ലീറ്റ് ചേഞ്ചസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ NCERT നമുക്കൊരു പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരുന്നു. അതിൽ അടിമുടി മാറ്റങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. സിലബസ് മാറിയത് മാത്രമല്ല, അതിന്റെ കൂടെ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ കൂടി മാറിയിട്ടുണ്ട്. അതിലെ ഡിസ്കോഴ്സിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. ആക്ച്വലി നിങ്ങൾക്ക് ആദ്യം ഡിസ്കോഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് ശരിക്കും നമുക്ക് കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ ചെയ്തു പോരുന്ന ഒരു ഡിസ്കോഴ്സ് ആണ്. പ്ലസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് SSLC എക്സാമിൽ ഇതുവരെ മുൻപ് തന്നിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റിലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം എക്സാമിൽ നമുക്കത് പ്രതീക്ഷിക്കാം. പ്ലസ് അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ, ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റിന് കൊടുക്കാൻ പറ്റുന്ന കോഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ എന്നുള്ളത്. അതിന്റെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അങ്ങനെയുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് കോൺവെർസേഷൻ, പ്രൊഫൈൽ, ഇതൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിവ്യൂ, റൈറ്റപ്പ്, നരേഷൻ, ഡയറി, ലെറ്റർ, ഇതൊക്കെയാണ് ഈ വരുന്ന ഓണം എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ഡിസ്കോഴ്സസ്. മാത്രമല്ല ഇനി ഗ്രാമർ ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് അടുക്കാം. പിന്നെ ഇവിടെ ഒരു എക്സെട്ര കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ ഇടയായിട്ടുണ്ട്. ചിലപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന ഓണം എക്സാമിൽ. അതുകൊണ്ട് അതിനും വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുക. ഇനി വരുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. പോയം കോംപ്രിഹെൻഷൻ, ഏതെങ്കിലും ഒരു പോയത്തിന്റെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്റ്റാൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് MCQ രൂപത്തിലായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ കാരണം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണുള്ളത്. MCQ എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കാണാം. നെക്സ്റ്റ് ചാപ്റ്റർ കോംപ്രിഹെൻഷൻ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് MCQ ക്വസ്റ്റ്യൻ. പ്ലസ് അൺനോൺ പാസേജ്, നിങ്ങൾക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും സ്റ്റോറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പാസേജ് കൊടുത്തിട്ട് അതിൽ നിന്നും ഈ ഒരു MCQ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്രീസിയേഷൻ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് തരുന്നത് പോലെ ഏതെങ്കിലും ഒരു പോയത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് കൊടുത്തിട്ട് അതിന്റെ അപ്രീസിയേഷൻ ചെയ്യാൻ പറയും. സോ എല്ലാ പോം ഈ ഒരു സിലബസിലുള്ള നമ്മുടെ ഓണം എക്സാം വരെയുള്ള ഒരു 2 യൂണിറ്റിലുള്ള എല്ലാ കംപ്ലീറ്റ് പോയിന്റ്സിന്റെയും കംപ്ലീറ്റ് സ്റ്റാൻസിയുടെയും അപ്രീസിയേഷൻ ചെയ്ത് പരിശീലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റ അനാലിസിസ്, ഏതെങ്കിലും ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേബിളോ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് കുറച്ചുകൂടി എന്താണ് നമ്മുടെ മെന്റൽ അബിലിറ്റി, അതുപോലെ നമ്മുടെ എത്രത്തോളം ഒരു ഡാറ്റയെ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫുകളൊക്കെ അല്ലെങ്കിൽ പൈ ഡയഗ്രാം ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ജനറൽ ആയിട്ടുള്ള പാരഗ്രാഫ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കാരണം പറയാൻ കാരണം ഇത്തവണത്തെ എക്സാമിൽ ഒരു 20% ക്വസ്റ്റ്യൻ അത്രമേൽ അടിപൊളിയായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലും കൂടിയുള്ള ആൾക്കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ പത്രത്തിലൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്നത് ഗ്രാമർ ക്വസ്റ്റ്യൻസിലേക്കാണ്. റിപ്പോർട്ടർ സ്പീച്ച്, ഫ്രേസൽ വേർബ്സ്, എഡിറ്റിംഗ്, പ്രിപ്പോസിഷൻ, കോൺവെർസേഷൻ കംപ്ലീഷൻ, വൊക്കാബുലറി, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആക്ച്വലി കഴിഞ്ഞ SSLCയിൽ ഉണ്ടായിരുന്ന സെയിം ഗ്രാമർ ടോപ്പിക്സ് തന്നെയാണ് ഇത്തവണയും നമുക്കുള്ളത്. നമുക്ക് ശരിക്കും ഈ ഒരു ഓണം എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ. ഇനി വരുന്ന ക്രിസ്മസ് എക്സാം ആവട്ടെ, നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാം ആവട്ടെ, അതിനുവേണ്ടി ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്കൊരു കിടിലൻ കാര്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആക്ച്വലി ദിസ് ഈസ് ദാറ്റ്, നമ്മുടെ SSLCയുടെ ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ആക്ച്വലി FTE10 എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു 10% ഓഫർ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ടാണ്. ഇത് ചിലപ്പോൾ ഒഴിവാക്കിയേക്കാം, ലിമിറ്റഡ് സീറ്റ് മാത്രമാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഭാവിയിൽ നീറ്റ്, JEE പോലെയുള്ള എക്സാമുകൾ എഴുതിയിട്ട് ഡോക്ടർ, എഞ്ചിനീയർ പോലെയുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം നിങ്ങൾക്ക് ഓൾറെഡി എന്താക്കുന്നുണ്ട്, ഒരു നെക്സ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. സൈലം നാഷണൽ എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ്. ഈ ഒരു എക്സാമിൽ നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടിയിട്ട് നമ്മുടെ സൈലത്തിൽ പഠിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം നടക്കുന്നുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതി. അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തിടുക. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയുള്ള ലൈഫ് സെറ്റ് ആയിട്ട് പോകാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഓണം എക്സാം എഴുതാൻ പോവുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എഴുതുക, സെറ്റ് ആക്കുക.